ദൈവത്തിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട 2025 പ്രാരംഭ ദിവസം സന്ധ്യാസമയം, അഥവാ ജനുവരി മാസം 1-ാം തീയതി ഈ രാത്രിയിൽ നമുക്ക് ഒന്നിച്ച് കൂടി വരുവാൻ സ്വർഗം തന്ന നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവകൃപയും അനുഭവിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ഇന്ന് രാത്രിയിലും ആ തിരുസാന്നിധ്യം അനുഭവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രിയിൽ ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കുമ്പോൾ ഒരു ദൈവവചനം വായിച്ച് അതിൽ നിന്ന് ചില ചിന്തകൾ ഈ നവവത്സര ദിവസത്തിൻ്റെ ആലോചനയായി എളിയവൻ സംസാരിപ്പാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. അതിനായി പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം ഞാൻ പരസ്യമായി വായിക്കുന്നു. അപ്പോൾ യഹോവ മോശയോട് അരുളിച്ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മുൻപോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറക. ഇന്ന് രാത്രിയിൽ 2025 ദൈവാത്മാവ് നമ്മളോട് പറയുന്നത്, മുമ്പോട്ട് പോകുവാൻ ആണ് ദൈവം നമ്മളെ വിളിച്ചിറക്കിയിരിക്കുന്നത്. ദൈവമക്കൾ എപ്പോഴും മുൻപോട്ട് യാത്ര ചെയ്യുന്നവരാകണം. പിൻപോട്ട് നമ്മെ കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്ന പല പദ്ധതികളും ഇരുളിൻ്റെ പ്രവൃത്തികളായി സാത്താൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭയപ്പെട്ട് നിന്ന് എന്ത് ചെയ്യണമെന്നറിയാത്ത വല്ലാതെ കുഴങ്ങിപ്പോകുന്ന സമയത്ത് ദൈവാത്മാവ് നമ്മെ എപ്പോഴും പുറകോട്ടല്ല കൊണ്ടുപോകുന്നത്, മുമ്പോട്ടാണ് കൊണ്ടുപോകുന്നത്. ഈ 2025 ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുന്നത്, കഴിഞ്ഞ നാളുകളിൽ നമ്മെ നടത്തിയ ദൈവം മേലാലും നടത്തുമെന്ന് പറയുമ്പോൾ നാം നടക്കുന്നത് പിൻപോട്ടല്ല, മുമ്പോട്ടാകുന്നു. പിൻപോട്ട് പോയാൽ നമുക്കൊരിക്കലും നമ്മുടെ യാത്ര സഫലീകരിക്കാൻ കഴിയത്തില്ല. നമ്മെ നടത്തുന്നത് നമ്മുടെ ദൈവമാണ്. ഇവിടെ വിളിച്ചിറക്കിയിരിക്കുന്ന ഇസ്രായേൽ ജനത്തെ ദൈവം മിസ്രൈമിലെ ആ അടിമത്തത്തിൽ നിന്ന് അവൻ്റെ ബലമുള്ള കൈ കൊണ്ട് അവരെ വിടിവിച്ച് വെളിയിൽ കൊണ്ടുവന്ന ദൈവം അവർക്ക് വേണ്ടി ഓരോ കാര്യങ്ങളെയും ചെയ്ത് മുൻപോട്ട് പോകുമ്പോൾ അവർക്ക് കണ്ട് വിശ്വസിക്കത്തക്കവണ്ണമുള്ള കാര്യങ്ങൾ അന്ന് ദൈവം അവരുടെ മുമ്പിൽ കൺമുമ്പിൽ പ്രത്യക്ഷമാക്കിയിരുന്നു. എന്നിട്ട് പോലും അവർക്കത് വിശ്വസിക്കാൻ കഴിയാതെ പലപ്പോഴും പിന്തിരിഞ്ഞു പോയെന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ദൈവം എന്തായിരുന്നു അവിടെ ചെയ്തത് എന്നുള്ളത് അതിൻ്റെ 13-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 13-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ, അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി പൊയ്ക്കൊണ്ടിരുന്നു. അപ്പോൾ പകലിലും രാത്രിയിലും യാത്ര ചെയ്യത്തക്കവണ്ണം പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി പൊയ്ക്കൊണ്ടിരുന്നു. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ജനത്തിൻ്റെ മുമ്പിൽ നിന്ന് മാറിയതുമില്ല. അതുവരെയും അവരത് കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ ഒരു സംഭവം അത് നടന്നിട്ടില്ലാത്ത കാര്യമാണ്. എന്നാൽ സാഹചര്യം പെസഹ ആചരിച്ച് വെളിയിൽ വന്ന ശേഷമായി ദൈവം അവരുടെ യാത്ര ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് നോക്കിയാൽ, തലയുയർത്തി നോക്കിയാൽ കാണത്തക്കവണ്ണമുള്ള മേഘസ്തംഭവും രാത്രിയിൽ ദൃഷ്ടി വെച്ചാൽ അവർക്ക് അത് കാണാൻ സാധിക്കുന്ന അഗ്നിസ്തംഭവും അവർക്ക് മുമ്പായി യാത്ര ചെയ്തപ്പോൾ അത് ദൈവമായിരുന്നു അവർക്ക് മുമ്പായി യാത്ര ചെയ്ത് അതിന് മുമ്പിൽ ഒരു ദൂതൻ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ദൈവം വെറുതെ അല്ല ഇസ്രായേൽ ജനത്തെ വെളിയിലിറക്കിക്കൊണ്ടുവന്നത്. അപ്പോൾ അവർക്ക് കാണത്തക്കവണ്ണമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് ഈ മരുഭൂയാത്രയിൽ അവർക്ക് വിശ്വസിക്കത്തക്കവണ്ണമുള്ള, കണ്ടാൽ കണ്ട് വിശ്വസിക്കത്തക്കവണ്ണമുള്ള കാര്യങ്ങൾ
ചെയ്തു കൊടുത്തിട്ടാണ് അന്നത്തെ ഇസ്രായേൽ ജനത്തെ ദൈവം നടത്തിയത്. എന്നാൽ പുതിയ നിയമത്തിൽ നമുക്ക് വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമെന്ന് പറയുന്നത്. പുതിയ നിയമത്തിൽ നമുക്കങ്ങനെ കാണാൻ കഴിയുന്നില്ല. ദൈവം നമ്മളെ നടത്തുന്ന ദൈവത്തിൻ്റെ മഹത്വത്തെയും ദൈവദൂതന്മാരെയും ഒന്നും നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയത്തില്ല. എന്നാൽ പഴയ നിയമത്തിൽ അവർക്കത് കാണുവാൻ കഴിഞ്ഞിട്ടും അവർ പലപ്പോഴും അവിശ്വാസികളായി തീർന്നു. അവർ ഇതൊന്നും കണ്ടുകൊണ്ട് അവർക്കതിനെ അംഗീകരിപ്പാനോ അതിനെ വിശ്വസിപ്പാനോ കഴിയാത്ത ഒരു നിലവാരത്തിൽ അവർ എത്തിച്ചതിനെക്കുറിച്ച് ഞാൻ ഇവര് പിന്തിരിഞ്ഞു പോകുന്നതിനെക്കുറിച്ചും മുമ്പോട്ട് പോകുന്നതിനെക്കുറിച്ചുമുള്ള 2 സന്ദർഭങ്ങൾ വെളിപ്പെടുത്താം. എപ്പോഴാണ് ഈ മുമ്പോട്ട് പോകാതെ പിന്തിരിഞ്ഞു പോകാനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ സന്ദേശം. അതേക്കുറിച്ചാണ് ദൈവം സംസാരിക്കുന്നത്. അതിൽ ഇവരിപ്പോൾ പുറപ്പെട്ട് ഈ മിസ്രൈം ദേശത്ത് പുറപ്പെട്ട് ആ യാത്ര മരുഭൂമിയിലൂടെ പോകാൻ വേണ്ടി ഫെലിസ്ത്യരുടെ ദേശത്തോടെ പോകാതെ ദൈവം ഇവരെ ചെങ്കടൽ വഴിയായി കടത്തിക്കൊണ്ടുപോകുന്നതിന് ഉദ്ദേശമുണ്ടെന്ന് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ഇവൻ മനുഷ്യരാണ്, നമുക്കെല്ലാം മാനുഷിക സ്വഭാവമുണ്ട്. പെട്ടെന്ന് നമ്മൾ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കാണുമ്പോൾ തകർന്നു തളർന്നു പോകുന്നവരാ, ബലം ഇല്ലാതെ അരക്കത്താടിപ്പോകുന്നവരാ, എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാതെ ഞെരുങ്ങിപ്പോകുന്നവരാ. എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ ധൈര്യമുണ്ടാകുവാൻ ഇടയായിത്തരും. ഇപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ദൈവം അതിനു മുമ്പായി മോശയോട് ഇസ്രായേലിനോട് സംസാരിച്ചിരുന്നു. നിങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ ഹീരോത്തിനരികെ പാളയമിറങ്ങണം. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അതിൻ്റെ സമുദ്രത്തിൽ നിങ്ങൾ പാളയമിറങ്ങണം. എന്നാൽ അവർ ദേശത്തുഴലുന്നു, മരുഭൂമിയിൽ കുടുങ്ങിയിരിക്കുന്നുവെന്ന് ഫറവോൻ ഇസ്രായേൽ മക്കളെക്കുറിച്ച് പറയും. ഫറവോൻ അവരെ പിന്തുടരുവാൻ തക്കവണ്ണം ഞാൻ അവൻ്റെ ഹൃദയം കഠിനമാക്കും. അപ്പം ദൈവം നേരത്തെ പറഞ്ഞു, ഇന്നിതൊക്കെ വരാൻ പോകുകയാണ്. മിസ്രൈമിൽ നിന്ന് നിങ്ങൾ പോന്നപ്പോൾ കണ്ടതായ മിസ്രൈം നിങ്ങളെ ഈ ചെങ്കടൽ കടക്കുന്നതിന് മുമ്പായി വീണ്ടും കാണുവാനുള്ള സാധ്യതകൾ ഞാൻ തന്നെ വരുത്താൻ പോവുകയാണ്. കാരണം അന്ന് പീഡിപ്പിക്കുന്ന, അടിക്കുന്ന, ഉപദ്രവിക്കുന്ന മിസ്രൈമിനെ കണ്ട് നീ നിലവിളിച്ചതാ. അവിടെ കരിക്കുന്ന ചാട്ടവാറും അവർ ഉപയോഗിച്ച ദണ്ഡനങ്ങളും നീ ചൊരിഞ്ഞ കണ്ണുനീരും ഞാൻ കണ്ടതാ. അന്നടിച്ച ബലിഷ്ഠമായിരിക്കുന്ന കരങ്ങൾ, അവരുപയോഗിച്ച എല്ലാ മാർഗങ്ങളും നിന്നെ കീഴ്പ്പെടുത്തി വെച്ചതും ഞാൻ കണ്ടതാ, കുറിച്ചു വെച്ചതാ. അവരെ ഒന്നൊന്നായി മുക്കിക്കളയുവാൻ, നിന്നെ പീഡിപ്പിച്ചതിനെ, നിന്നെ നശിപ്പിച്ചതിനെ, അല്ലെങ്കിൽ നിനക്കെതിരായി നിന്നതിനെ, നിന്നെ പ്രയാസപ്പെടുത്തിയതിനെ മുൻപോട്ട് പോകാതെ അതിനെ കീഴ്പ്പെടുത്തി ഇല്ലാതാക്കി അതിനെ ചെങ്കടലിൽ മുക്കിക്കളയാൻ വേണ്ടിയാണ് ഞാൻ പദ്ധതി ഒരുക്കുന്നത്. അതുകൊണ്ട് നീ ഭയപ്പെട്ടു പോകരുതെന്ന് ദൈവത്തോട് സംസാരിച്ചിരുന്നു. എന്നാൽ ദൈവശബ്ദം തിരിച്ചറിയാൻ കഴിയാത്തവരാണ് പലപ്പോഴും മനുഷ്യരായിരിക്കും നമ്മളൊക്കെയും. ദൈവം സംസാരിക്കാതെ ഒന്നും ചെയ്യാറില്ല. നമ്മളോട് ദൈവം അരുളി ചെയ്യും. ദൈവം അരുളി ചെയ്യാതെ ഒന്നും തന്നെ ചെയ്യത്തുമില്ല. ഇങ്ങനെ അവരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ഈ മേഘസ്തംഭവും അഗ്നി തൂണും ഒക്കെ കണ്ടപ്പോൾ വാസ്തവത്തിൽ എത്ര ശക്തമായി പാട്ടുപാടി ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് പോകേണ്ടവരായിരുന്നു ഇസ്രായേൽ ജനം. അവർക്കത് മാത്രം വിശ്വാസമായി അവർക്കെടുത്താൽ പോരായിരുന്നോ? അന്ന് അവരെ കാണാതിരുന്ന മേഘസ്തംഭവും അഗ്നി വെളിച്ചവും രാത്രിയിൽ പ്രകാശിക്കുന്ന കണ്ടപ്പോൾ അവർക്കത് വിശ്വസിക്കാമായിരുന്നു. ഞങ്ങൾ വെറുതെ ഇറങ്ങിയിരിക്കുന്നല്ല, പകൽ ഞങ്ങൾക്ക് മേഘസ്തംഭം മുമ്പിൽ പോകുന്നത് ഞങ്ങൾക്ക് തണലൊരുക്കുന്നുണ്ട്. എന്നതിനു വേണ്ടിയാ വഴി ഒരുക്കുവാൻ വേണ്ടി അവർക്ക് മുമ്പായി പൊയ്ക്കൊണ്ടേയിരുന്നു. യഹോവ അവർക്ക് മുൻപായി പൊയ്ക്കൊണ്ടിരുന്നു. വിളിച്ചിറക്കിയിരിക്കുന്ന ദൈവം വഴി കാണിക്കാത്ത ദൈവമല്ല. അതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത്, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ വാഗ്ദത്തത്തിലേക്ക് എത്തത്തില്ല. അതുകൊണ്ട് യേശു പറഞ്ഞു, അന്ന് നിഴലായി ഇവർക്ക് മുമ്പിൽ യഹോവയാം ദൈവം നടന്നത് വഴി കാണിക്കേണ്ടതിന് വേണ്ടിയായിരുന്നെങ്കിൽ, അത് പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായിരുന്നെങ്കിൽ, യഥാർത്ഥത്തിലുള്ള ദൈവപുത്രൻ നമുക്ക് യാത്രയ്ക്ക് വേണ്ടി വഴി കാണിക്കേണ്ടതിന് വേണ്ടി
നമുക്ക് പ്രത്യക്ഷപ്പെട്ട് അവൻ നമുക്ക് തണലായി മാറി, അവൻ നമുക്ക് വെളിച്ചമായി മാറി. അതാണ് പൊരുൾ. അപ്പോൾ പഴയ നിയമത്തിൽ അത് നിഴലായി നിൽക്കുമ്പോൾ പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, നമുക്ക് തണൽ നൽകുന്നത്, നമ്മെ നയിക്കുന്ന മേഘസ്തംഭം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുപോലെ തന്നെ നമുക്ക് രാത്രിയിൽ വെളിച്ചമായി നിൽക്കുന്നത് അവൻ്റെ വെളിച്ചമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പുത്തനായിരിക്കുന്ന ക്രിസ്തു ഈ വഴി കാണിക്കേണ്ടതിന് വേണ്ടി കർത്താവ് പറഞ്ഞു, ഞാനാകുന്നു വഴി. അന്ന് ഇസ്രായേൽ പ്രത്യക്ഷമായിരിക്കുന്ന വഴി കാണിക്കേണ്ടതിന് വേണ്ടി അവർക്ക് വേണ്ടി ദൈവം അങ്ങനെ ഒരു വഴി കാണിക്കാൻ വേണ്ടി പകൽ മേഘസ്തംഭത്തെയും രാത്രി അഗ്നിസ്തംഭത്തെയും വെക്കുകയും അതവർക്ക് കാണുവാൻ സാധിക്കത്തക്കോണം അവർക്ക് മുമ്പായി പൊയ്ക്കൊണ്ടിരിക്കുകയും ചെയ്തിട്ട് ദൈവം പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? ഇവിടെ പറയുക, ഇവർ വരുന്നത് കണ്ടപ്പോൾ ഇവരാകെ ഭയപ്പെട്ട് വല്ലാതെ ഭാരപ്പെട്ട് ഇവർ വിളിച്ചു പറയുക, പരസ്പരം വിളിച്ചു പറയുക, നിലവിളിക്കുക. ഈ നിലവിളി പലപ്പോഴും ഇവർ ഉയർത്തുന്നുണ്ട്. ഇറങ്ങിയ സമയത്ത് മുതൽ, മോശ സംസാരിച്ച സമയം മുതൽ പലപ്പോഴും ജനം പിറുപിറുക്കുകയും നിലവിളിക്കുകയും ചെയ്യാറുണ്ട്. എല്ലാം കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, ആരുടെ ശബ്ദം പോലും കേൾക്കത്തില്ല. എന്നാൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ പിന്നെ അസ്വസ്ഥതയാകും, പിന്നെ ഭയമാകും, പിന്നെ പേടിയാകും, പിന്നെ എല്ലാം തീർന്നു എന്നുള്ള ഒരു ചിന്ത വരും. 14-ാം അധ്യായത്തിൽ അതിൻ്റെ 11 വാക്യം പറയുന്നത്, അവർ മോശയോട്, മിസ്രൈമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ടുവന്നത്? നീ ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത്? മിസ്രൈമിற்கு വേല ചെയ്യുവാൻ ഞങ്ങളെ വിടയണം എന്ന് ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് നിന്നോട് പറഞ്ഞില്ലയോ? മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ മിസ്രൈമിற்கு വേല ചെയ്യുന്നതായിരുന്നു ഞങ്ങൾക്ക് നല്ലതെന്ന് പറഞ്ഞു. ഇങ്ങനെ ഇവർ ഈ മേഘസ്തംഭവും അഗ്നിത്തൂണും കണ്ടതൊക്കെ അങ്ങ് മറന്നു. നമ്മൾ പലപ്പോഴും പാട്ടൊക്കെ പാടും, പക്ഷേ പ്രശ്നം വരുമ്പോൾ പാട്ടെല്ലാം മറന്നുപോകും, വചനമെല്ലാം മറന്നുപോകും. നാം ഭാരപ്പെടും, പ്രയാസപ്പെടും. അതല്ല നമ്മുടെ ജീവിതം. നാം വിശ്വാസത്തിൽ പല പാട്ടുകൾ പാടാറുണ്ട്, നാം വിശ്വാസത്തിൽ വാക്യങ്ങൾ പറയാറുണ്ട്. എന്നാൽ അന്ന് പ്രതിസന്ധി വന്നപ്പോൾ ഇവരിതെല്ലാം മറന്നുപോയി. അവർക്ക് നോക്കിയാൽ മേഘസ്തംഭം മുമ്പിൽ കാണാം, ആ രാത്രിയിൽ അവർക്ക് അഗ്നിസ്തംഭം കാണാം. ഞാൻ പറഞ്ഞല്ലോ, തലയ്ക്ക് മീതെ ഇവർക്ക് മീതെ നിൽക്കുന്ന മേഘസ്തംഭവും അഗ്നിസ്തംഭവും രാത്രിയിലും പകലും കണ്ടാൽ മതിയായിരുന്നു. നമ്മളെ ഒറ്റയ്ക്കല്ല വിട്ടിരിക്കുന്നത്, വഴി കാണിക്കാൻ വേണ്ടി വഴിയും സത്യവും ജീവനുമാകുന്ന യഹോവ നമ്മോട് കൂടെ ഉണ്ട് എന്നിവർക്ക് വിശ്വസിക്കാമായിരുന്നു. പക്ഷേ പ്രതിസന്ധി വന്നപ്പോൾ ഇവർ മേഘസ്തംഭവും കണ്ടില്ല, അഗ്നിത്തൂണും കണ്ടില്ല. ഇവർ കണ്ടത് മിസ്രൈമായിരിക്കുന്ന ആ പണ്ട് ഇവരെ ഉപദ്രവിച്ച ആ ബലമേറിയ ശത്രുവിനെയാണ് അവർ കണ്ടത്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ അവർ ഭയപ്പെട്ടു പോയി. ഇന്ന് ഈ രാത്രിയിൽ 2025 ദൂത് കേൾക്കുന്ന ദൈവമക്കളെ, ഞാനും നിങ്ങളും നിലവിളിക്കുന്നതിൻ്റെ കാരണം, നമുക്ക് വഴി കാണിക്കുന്ന, നമുക്ക് വഴിയായി തീർന്ന നമ്മുടെ കർത്താവിനെ നമുക്ക് കാണേണ്ടതുപോലെ കാണുവാൻ, വിശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ട് നാം പ്രതിസന്ധികൾ വരുമ്പോൾ നാം നിലവിളിക്കുക, എന്തിനാണെന്നുള്ള ചോദ്യം ചോദിക്കുക. എന്തിനെന്നുള്ള ചോദ്യങ്ങൾ ഉരുവിടുന്നത് ഭയമുണ്ടാകുമ്പോഴാ. അങ്ങനെ വേണ്ടായിരുന്നു, ഇങ്ങനെ വേണ്ടായിരുന്നു, അത് വേണ്ടായിരുന്നു, ഇത് വേണ്ടായിരുന്നു ഒക്കെയുള്ള ചോദ്യങ്ങൾ ഉള്ളിലുയരുന്ന ജീവിതങ്ങളെ ഇന്ന് രാത്രി ദൈവാത്മാവ് എന്നോടും നിങ്ങളോടും സംസാരിക്കുക. അതെന്തിനാണ്, ഇതെന്തിനാണ്, എന്തിനാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉരുവിടുമ്പോൾ മോശ ദൈവത്തോട് നിലവിളിച്ചു. ഇവർ മുഴുവൻ നിലവിളിക്കുന്നത്, ഞങ്ങൾ എന്തിനു കൊണ്ടുവന്നു, എന്തിനാന്നുള്ള എണ്ണി കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഇവര് ഈ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഈ മനസ്സിൻ്റെ അകത്ത് നിന്നും വിട്ടുപോയിട്ടില്ല. അത്ഭുതവും അടയാളവും കാണുമ്പോൾ തൽക്കാലമായിട്ടുള്ള ഒരു വിടുതലല്ലാതെ ഇവരുടെ ഉള്ളിൽ ഒരു വിശ്വാസം പരിണമിക്കുവാൻ കഴിയാതെ ഉള്ള ജനതയായിരുന്നു ഇസ്രായേൽ ജനത. അതുകൊണ്ടാണ് അവർ കണ്ടിട്ട് പോലും ഗ്രഹിക്കാതിരുന്നത്, മനസ്സിലാക്കാതിരുന്നത്. അതുകൊണ്ടാണ് നസനായിരിക്കുന്ന യേശു ജീവനായിരിക്കുന്ന ദൈവമായി
നമ്മളിപ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ കുറിച്ച് പഠിക്കുമ്പോൾ അതേക്കുറിച്ച് കർത്താവ് തന്നെ പറഞ്ഞിട്ട് വെളിച്ചമായിരിക്കുന്ന വഴിയായിരിക്കുന്ന കർത്താവ് വന്നിട്ട് ഇവർ കണ്ടിട്ട് പോലും വിശ്വസിക്കാതിരുന്നത് അന്നത്തെ തലമുറ മേഘസ്തംഭവും അഗ്നിത്തൂണും കണ്ടിട്ട് വിശ്വസിക്കാത്തതിൻ്റെ തലമുറയാ. യേശു പൊരുളായി വെളിച്ചമായി അവൻ തണലായി വന്നപ്പോഴും ആശ്വാസമായി വന്നപ്പോഴും മനസ്സിലാക്കാതെ പോയത് അന്നത്തെ തലമുറയെ. മനുഷ്യന് മാറ്റം വന്നില്ല. അതാണ് ഇവിടെ കാണിക്കുന്നത്. എന്നാൽ നമുക്കതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഒരു അനുഭവമുണ്ട് എന്നുള്ളതാണ് ഇത് രാത്രിയിൽ ഞാൻ ഈ സന്ദേശത്തോട് വെളിപ്പെടുത്തുവാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. നമ്മൾ ഇവിടെ കാര്യം മനസ്സിലായി. ഇങ്ങനെ ഇവർ പ്രതിസന്ധി വന്ന ചോദ്യങ്ങളൊക്കെ ചോദിച്ച് നിലവിളിച്ചു കഴിഞ്ഞപ്പോൾ മോശ ദൈവത്തോട് നിലവിളിച്ചു. അപ്പോൾ രണ്ട് നിലവിളിയാണ്. ഒന്ന് ജനങ്ങളുടെ നിലവിളി. അവരെല്ലാം ചോദിക്കുന്നത് മോശയോടെ ചോദിക്കുന്നു, നീ എന്തിനാ ലീഡർഷിപ്പുകാരനോട് ചോദിക്കുന്നത്? അവൻ ആരോട് ചോദിക്കും? അവൻ ദൈവത്തോട് ചോദിച്ചു, നിലവിളിച്ചപ്പോൾ ദൈവം പറഞ്ഞു. അതിനു മുമ്പ് മോശ പറയുന്നുണ്ട്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിന്. കാരണം ദൈവശബ്ദം കേട്ട് ആ അരുളപ്പാട് ഇവരെ അറിയിച്ചതല്ലേ, ദൈവം സംസാരിച്ചതല്ലേ. അതുകൊണ്ട് അവന് ഉറപ്പുണ്ടായിരുന്നു, ധൈര്യമുണ്ടായിരുന്നു. ദൈവം ഒരു വഴി തുറക്കുമെന്ന്. രാത്രി 2000 ദൈവാത്മാവ് പറയുക, നീ ഭാരപ്പെട്ട് നിൽക്കുന്ന, ഞാൻ നിങ്ങൾ വിഷമിച്ച് നിൽക്കുന്ന, വഴി കാണാതെ ബുദ്ധിമുട്ട് നിൽക്കുന്ന, എന്ത് ഞാൻ അറിയാത്ത വിഷയത്തിന്മേൽ ദൈവാത്മാവെന്ന് ശക്തമായ ദൂതറിയിക്കുക. ദൈവം ഒരു വഴി തുറക്കും. ദൈവത്തിന് തുറക്കുവാൻ കഴിയാത്ത ഒരു കാര്യവുമില്ല. അവൻ അസാധ്യമായ ഒരു കാര്യവുമില്ല. ഇന്ന് രാത്രി നീ ആ പകൽ മേഘസ്തംഭത്തെയും രാത്രി അഗ്നി തൂണിനെയും നാം കാണുവാനിടത്തണം. എനിക്ക് വേണ്ടി തണൽ തരുന്ന, എനിക്ക് വേണ്ടി വെളിച്ചം തരുന്ന, എൻ്റെ അന്ധകാരത്തെ വെളിച്ചമാക്കുന്നവനെയാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന് രാത്രിയിൽ ആത്മാർത്ഥമായി വിളിച്ചു പറഞ്ഞാട്ട് 2024 അന്ധകാരം മാറിപ്പോകാത്ത 2025 അന്ധകാരം നമ്മളെ പിൻപറ്റുന്നുണ്ട്. നമുക്ക് വേണ്ടതായ രീതിയിൽ മുമ്പോട്ട് പോകുവാൻ കഴിയാതെ ഭാവിയുടെ ഇരുളടഞ്ഞു കിടക്കുന്ന വഴികളുണ്ട്. അത് പുതുപക്ഷത്തിന്റെ എല്ലാവരും വിഷ് ചെയ്തുകൊണ്ട് നമ്മളെ മൂടിയിരിക്കുന്ന ഇരുൾ മാറിപ്പോകത്തില്ല. എന്നാൽ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുക, ദൈവം നമ്മുടെ അന്ധകാരത്തെ പ്രകാശമാക്കി മാറ്റും. വിശ്വസിക്കുന്നു. വിഷ് ചെയ്തും പടക്കം പൊട്ടിച്ചും ലൈറ്റിട്ടയാളൊന്നും അന്ധകാരത്തിന്റെ ഇരുൾ മാറിപ്പോകത്തില്ല. ദൈവം തന്നെ ഇടപെടണം. ഇവർക്ക് വേണ്ടി ദൈവം അത് പ്രവർത്തിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് പ്രവർത്തിക്കുന്നത്. ദൈവജനത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ഞാൻ നിങ്ങൾ കണ്ണുനീരൊഴുക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുക. സങ്കീർത്തനം 18:28 വാക്യം അവരുടെ ബന്ധത്തിലാണ് നിൽക്കുന്നത്. സങ്കീർത്തനം 18 അതിൻ്റെ 28 വാക്യം നമുക്ക് അറിയാവുന്ന ഭാഗമാണ്, എങ്കിലും ഞാൻ എടുത്ത് വായിക്കാം. നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. അതിൻ്റെ 14 അധ്യായം 20 വാക്യം, രാത്രി മുഴുവനും മിസ്രൈമിയുടെ സൈന്യവും ഇസ്രായേലുടെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവയുടെ മധ്യേ നിന്നു. ഇവർക്ക് മേഘവും അന്ധകാരവുമായിരുന്നു. ഇവർക്കോ രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു. രാത്രി ദൈവത്തിന് കരം ഉയർത്തി സ്തോത്രം ചെയ്യണം. അതെ, അവർക്ക് മേഘവും അന്ധകാരവുമായിരുന്നു, എന്നാൽ ഇവർക്കോ രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു. അതുകൊണ്ടാണ് സങ്കീർത്തനം പറയുന്നത്, നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കുന്നു. അപ്പോൾ ഈ മുമ്പിൽ പോകുന്ന വെളിച്ചം അവർക്ക് പ്രകാശമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നതാ. എന്നാൽ ഇവർക്ക് വെളിച്ചം കൊടുക്കാൻ വേണ്ടി അത് മുമ്പിൽ നിന്ന് മാറി പുറകോട്ട് നിന്നപ്പോൾ, മേഘസ്തംഭം കൂടി വന്നു കഴിഞ്ഞപ്പോൾ, അവിടെ മേഘസ്തംഭത്തിന്റെ മറവ് കൊണ്ട് ഈ മിസ്രൈമ്യർക്ക് രാത്രിയായി മാറിയപ്പോൾ മുമ്പിലുണ്ടായിരുന്ന ഇസ്രായേൽ ജനത്തിന് വെളിച്ചം ലഭിക്കാനിടയാത്തത് നമുക്കറിയാമല്ലോ. ടോർച്ചൊക്കെ അടിച്ച് പോകുമ്പോൾ മുമ്പിൽ പോകുന്നയാള് രാത്രിയിൽ വെട്ടം കിട്ടാതിരുമ്പോൾ പുറകെ വന്ന് എന്ത് ചെയ്യും, നിന്ന് കൊടുക്കും. കാരണം ഈ പുറകെ വന്ന് ലൈറ്റ് അടിച്ചാൽ മുമ്പിൽ പോകുന്ന എല്ലാവർക്കും വെട്ടം കിട്ടും. പണ്ടൊക്കെ ടോർച്ച് ഉപയോഗിച്ച് പോകുന്നത് നമുക്ക് ഓർമ്മയുണ്ട്. പുറകെ പോകുന്ന ആള് ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ മുമ്പിൽ പോകുന്ന എല്ലാവർക്കും വെളിച്ചം കിട്ടും.
എന്നാൽ മേഘസ്തംഭം മുമ്പിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ എല്ലാവർക്കും വെളിച്ചം കിട്ടിയിരുന്നു. പക്ഷേ ഇവിടെ ഇവർക്ക് ആ വെളിച്ചം ലഭിക്കാതിരിക്കാൻ വേണ്ടി, ആർക്ക്? മിസ്രയീമ്യർക്ക് ആ വെളിച്ചം ലഭിച്ച് ഇവരെ പിൻപറ്റാതിരിക്കാൻ വേണ്ടി, അവർക്കതിനെ ഇരുളാക്കി മാറ്റാൻ വേണ്ടി ഈ വെളിച്ചം പിമ്പിൽ വന്ന് മേഘസ്തംഭം അവരെ മറച്ചു കഴിഞ്ഞപ്പോൾ, അവർക്ക് ഇരുളായി മാറിയപ്പോൾ, ഇവർക്കോ ദൈവം രാത്രിയെ പ്രകാശമാക്കി കൊടുക്കുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ദൈവം അവർക്ക് വേണ്ടി വഴി തുറന്നപ്പോൾ മോശ കൈ നീട്ടി, നമുക്കാണ് സാധ്യത മുഴിഞ്ഞ ഭാഗത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. മോശ അവിടെ എന്ത് ചെയ്തു? ദൈവം പറഞ്ഞു, നീ എന്താ മുമ്പോട്ട് പോകാൻ, നീ എന്താ നിലവിളിക്കുന്ന, എന്തിനാ നീ എന്ത് ജനത്തോട് മുൻപോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറക എന്ന് പറഞ്ഞു. ഒരു വഴിയില്ല. കർത്താവിനെ പുറകോട്ടൊന്നും പോകണ്ട, ഭാരപ്പെടേണ്ട ആവശ്യമില്ല. മുമ്പോട്ട് പോകുവാൻ വേണ്ടി ഞാൻ വിളിച്ചിറക്കിയ ജനമാ, നീ മുമ്പോട്ട് പോകേണ്ടതാ. അപ്പോൾ ഇവിടം വിട്ട്, ഈ പാരമ്പര്യം വിട്ടു പോകുമ്പോൾ അതിനെ പോകാതിരിക്കാൻ വേണ്ടി തടസ്സമിട്ടുകൊണ്ട്, അതെ, ഈ ശത്രു പിൻപറ്റുമ്പോൾ ദൈവം പറയും, നീ മുൻപോട്ട് പോകണം. പാരമ്പര്യ ശക്തികൾ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ ലഭിച്ചതുകൊണ്ട് ദൈവമക്കളെ നമുക്ക് മുമ്പോട്ട് പോകുവാൻ, മുമ്പോട്ട് ഗമിക്കുവാൻ ദൈവം ഭാഗ്യം തന്നത്, ദൈവം അള്ളിച്ചതുകൊണ്ട് പലപ്പോഴും നമുക്കെതിരെ ശത്രു എഴുന്നേറ്റ് പിൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടി, പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, നിന്റെ യാത്രയുടെ ആരംഭത്തെങ്കിൽ നിന്നെ തകർത്ത് കളയുവാൻ, മുടിച്ചു കളയുവാൻ, പിടിച്ചുകൊണ്ടു പോകുവാൻ ശത്രു നിന്റെ പിന്നാലെ വന്നപ്പോൾ അതിന് സമ്മതിച്ചു കൊടുക്കാതെ മുമ്പോട്ട് പോകുവാൻ ദൈവം കൽപ്പിച്ചപ്പോൾ അവിടെ വഴി കണ്ടില്ല. എന്നാൽ ഇസ്രായേൽ ജനത്തിന് വേണ്ടി വഴി തുറന്നു കൊടുത്തത് മോശയോട് പറഞ്ഞു, നിന്റെ കയ്യിലുള്ള വടി കൊണ്ട് നീ വെള്ളത്തെ എന്ത് ചെയ്യണം? വിഭാഗിക്കുക എന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞു, നിന്റെ വടി തന്നിട്ട് അധികാരത്തിൽ തന്നിട്ടുണ്ട്. നീ എന്തിനാ നിലവിളിക്കുന്നത്? നീ ജനത്തെ മുമ്പോട്ട് പോകുവാൻ വേണ്ടിയാ നിന്നെ അയച്ചിരിക്കുന്നത്. ഇവർ മുമ്പോട്ട് പോകുവാനുള്ള വഴിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. അതുകൊണ്ട് ഈ കിടക്കുന്ന ചെങ്കടൽ നിനക്ക് നോക്കുമ്പോൾ അത് വിഭാഗിക്കാൻ കഴിയത്തില്ല, അവിടെ നിനക്ക് വഴി കാണാൻ കഴിയത്തില്ല. എന്നാൽ നീ പുറപ്പെടുന്നതിന് മുമ്പ് അതിൻ്റെ അടിയിൽ ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. സമുദ്രത്തിന്റെ അകത്ത് വഴി ഒരുക്കുവാൻ കഴിവുള്ളവൻ വഴി കണ്ടിട്ടാണ് ഇസ്രായേൽ ജനത്തെ അവിടെ കൊണ്ടുവന്നത്. അവർക്ക് അജ്ഞാതമായിരുന്നെങ്കിലും ദൈവത്തിന് സകലവും അറിയാം. ഇന്ന് 2025 ദൈവാത്മാ പറയുക, നമുക്ക് മുമ്പിൽ വഴി കാണാൻ കഴിയാത്ത വിധത്തിൽ എന്തു ചെന്നറിയാതെ നിലവിളിക്കുമ്പോൾ നമുക്ക് മുമ്പിൽ അടയപ്പെട്ട് കിടക്കുന്ന ആ വഴി ഇന്നു രാത്രി ദൈവാത്മാവ് വിഭാഗിച്ച് 2025 മുമ്പോട്ട് പോകുവാൻ വേണ്ടി ദൈവം സ്വർഗം നമുക്ക് വഴി തുറന്നു തരുന്ന രാത്രിയായി മാറുന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിലെ ശുശ്രൂഷ മുഖാന്തരമായി നമുക്ക് വേണ്ടി ദൈവം വഴി വിഭാഗിക്കാൻ പോകുക, വഴിയെ ഉളവാക്കുവാൻ പോകുക. ആ സമുദ്രത്തെ വിഭാഗിച്ച് വഴി തുറന്നതുപോലെ ദിവസങ്ങളിൽ ഇരുളും മാറ്റി, അന്ധകാരം മാറ്റി പ്രകാശമാക്കുന്നവൻ നമുക്ക് വേണ്ടി അതേ വെള്ളത്തെ വിഭാഗിച്ച് വഴി ഒരുക്കി തരുവാൻ അവൻ കണ്ടിരുന്നൊരു പാത അതിൽ അവൻ കണ്ടിരുന്നു. ഇന്ന് രാത്രി ഞാൻ 2025 2024 വഴി തുറക്കാതിരുന്ന ചില വിഷയങ്ങളിന്മേൽ ദൈവാത്മാവ് നമുക്ക് വേണ്ടി അവൻ ഒരുക്കി വെച്ചിരിക്കുന്ന വഴി വെളിപ്പെടുത്തുവാൻ വേണ്ടി ഈ രാത്രിയിൽ, ഈ പ്രാരംഭ ദിവസം തന്നെ ദൈവം നമുക്ക് വേണ്ടി അതെ അവന്റെ ഭുജവരത്താൽ, അവന്റെ കരത്താൽ ഇന്നു രാത്രി ദൈവാത്മാവ് ചെങ്കടലിനെ വിഭാഗിച്ച് ഇസ്രായേൽ ജനത്തിന് വഴി ഒരുക്കിയതുപോലെ 2025 മുമ്പോട്ട് പോകുവാൻ ദൈവം വഴി ഒരുക്കുന്നതിനായി, ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായതിനായി കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. എല്ലാ ജനവും ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. പതറി നിൽക്കുവാനല്ല, മുമ്പോട്ട് പോകുവാൻ ദൈവം വഴി ഒരുക്കി തരുന്ന ദൈവമാണ്. ഇങ്ങനെ വഴിയൊക്കെ ഒരുക്കി തന്ന് മുമ്പോട്ട് പോയപ്പോൾ സന്തോഷമുണ്ടായി, പാട്ടുപാടി ആരാധിച്ചു പോയി. എന്നാൽ ഈ ജനത്തിന് അവരുടെ മനസ്സെപ്പോഴും പിൻപോട്ടായിരുന്നു. മുമ്പോട്ട് വഴി പോകുമ്പോഴും അവരുടെ മനസ്സ് പലപ്പോഴും പിൻപോട്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, മുമ്പോട്ട് പോകുവാൻ പറഞ്ഞ കർത്താവ് തിരിഞ്ഞ് പിന്നോട്ട് പോകുവാൻ കൽപ്പിച്ചത്. ആവർത്തന പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഒരു വാഗ്ദത്തം പ്രാപിക്കുവാനുള്ള സമയമായപ്പോൾ എന്ന് പറഞ്ഞല്ലോ, ഇത് വാഗ്ദത്ത ദേശത്തിലേക്ക് പുറപ്പെട്ടപ്പോൾ ഉള്ള സംഭവമായത്. ഈ ദൈവം വഴി വിഭാഗിച്ചു കൊടുത്ത് മുമ്പോട്ട് പോകുവാൻ വഴി പറഞ്ഞു കൊടുത്തു.
പുറകോട്ട് പോകുവാൻ ഇടയാകാതെ മുമ്പോട്ട് കൊണ്ടുപോയെങ്കിൽ, ആവർത്തന പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 29 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് സാധിക്കുന്നത്, അതേ ദൈവം തന്നെ ഇവരുടെ മത്സരം കണ്ടുകൊണ്ട് ദൈവം ഇവർക്ക് വേണ്ടി ഇവരോട് പറയുക, നിങ്ങൾ പിന്തിരിഞ്ഞ് പുറകോട്ട് യാത്ര ചെയ്യുവാൻ. ഞാൻ വേഗത്തിൽ വായിക്കാം. 1:29. അപ്പോൾ ഞാൻ നിങ്ങളോട്, നിങ്ങൾ ഭ്രമിക്കരുത്, അവരെ ഭയപ്പെടുകയും അരുത്. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ മുമ്പിൽ നടക്കുന്നു. നിങ്ങൾ കാണുക, അവൻ മിസ്രയീമിലും മരുഭൂമിയിലും ചെയ്തതുപോലൊക്കെയും നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഒരു മനുഷ്യൻ തൻ്റെ മകനെ വഹിക്കുന്നത് പോലെ നിങ്ങൾ ഈ സ്ഥലത്തെത്തുവോളം നടന്ന എല്ലാ വഴിയിലും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ വഹിച്ചു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഇതെല്ലാമായിട്ടും പാളയമിറങ്ങേണ്ടതിന് നിങ്ങൾക്ക് സ്ഥലം അന്വേഷിപ്പാനും നിങ്ങൾ പോകേണ്ടുന്ന വഴി നിങ്ങൾക്ക് കാണിച്ചു തരുവാനും രാത്രി അഗ്നിയിലും പകൽ മേഘസ്തംഭത്തിലും നിങ്ങൾക്ക് മുമ്പായി നടന്ന നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ വിശ്വസിച്ചില്ല. ഞാൻ പറഞ്ഞ പ്രാരംഭ വിഷയം മനസ്സിലായോ? ഇവർ കണ്ടു വിശ്വസിക്കാമായിരുന്നു. മോശ പറയുക, നിങ്ങൾക്കിത് ഇത്രയും മനസ്സായിട്ടില്ലയോ? ഞാൻ പറഞ്ഞല്ലോ, വാഗ്ദത്തം പ്രാപിപ്പാൻ അടുക്കുന്ന കാലമായി. അതേ, ഏകദേശം 2 വർഷത്തെ യാത്രയായി. എന്നാൽ വാഗ്ദത്തം അടുക്കുവാൻ മുമ്പോട്ട് പോകുമ്പോൾ അതിന് തടസ്സമിട്ടുകൊണ്ട് വീണ്ടും പ്രതിസന്ധി ഉണ്ടാകുക. 1-ാം അധ്യായം അതിൻ്റെ 18 വാക്യം ഞാൻ വായിക്കാം. പിന്നെ നമ്മുടെ ദൈവമായ യഹോവ നമ്മോട് കൽപ്പിച്ചതുപോലെ നാം ഹോരേബിൽ നിന്ന് പുറപ്പെട്ട ശേഷം നിങ്ങൾ കണ്ട ഭയങ്കരമായ മരുഭൂമിയിൽ കൂടി നാം അമോര്യരുടെ മലനാട്ടിലേക്കുള്ള വഴിയായി സഞ്ചരിച്ചു കാദേശ് ബർണയിലെത്തി. അപ്പോൾ ഞാൻ നിങ്ങളോട്, നമ്മുടെ ദൈവമായ യഹോവ നമുക്ക് തരുന്ന അമോര്യരുടെ മലനാട് വരെ നിങ്ങൾ എത്തിയിരിക്കുന്നുവല്ലോ. ഇതാ നിന്റെ ദൈവമായ യഹോവ ആ ദേശം നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. വരച്ചേക്കണം, കൊണ്ട് അണ്ടർലൈൻ ഇട്ടേക്കണം, പേനായിക്കൊണ്ട് അണ്ടർലൈൻ ചെയ്തു. എന്തിനാ മുമ്പോട്ട് പോകുന്നുള്ളതാണ്. അപ്പൊ അവിടെ പിന്നോട്ട് പോകാതെ മുമ്പോട്ട് പോകാൻ പറഞ്ഞത്, ആ ദൈവം വാഗ്ദത്തം ദേശം വെച്ചിട്ട് മുമ്പിൽ വെച്ചിരിക്കുകയാണ്. ഇതിനു വേണ്ടി പറഞ്ഞത്, നീ മുമ്പോട്ടാ ഗമിക്കേണ്ടത്. മനസ്സിലായോ? ദൂത് മനസ്സിലായോ? കാര്യം പിടികിട്ടിയോ? ഇറങ്ങിത്തിരിച്ച് മുമ്പോട്ട് വിടുകയില്ലെന്ന് വാദിച്ചതാ. ശത്രു വല്ലാത്ത രീതിയിൽ തടസ്സമിട്ടതാ. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് വഴി തുറന്ന് നമ്മെ അതിശയകരമായി യേശു ക്രിസ്തു തന്നെ വഴിയായി ഇറങ്ങി വന്ന് ഏതെല്ലാം അന്ധകാരത്തെ വെളിച്ചമാക്കിയ നമ്മളെ ഇതുവരെ കൊണ്ടുവന്നത്. രാത്രിയിൽ മറന്നു പോകരുത്. 2025 1-ാം ദിവസം മറന്നു പോകരുത്. നമ്മുടെ അന്ധകാരത്തെ വെളിച്ചമാക്കിയ നമ്മുടെ ദൈവത്തെ മറന്നു കളയരുത്. ഇവരോട് പറഞ്ഞു, ഇതാ നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ഞാൻ അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം അതിൻ്റെ പ്രാപിക്കേണ്ട സമയമായപ്പോൾ, വാഗ്ദത്ത ദേശം പ്രാപിപ്പാൻ സമയമായപ്പോൾ അവരെ ഇറക്കിക്കൊണ്ടുവന്ന കർത്താവ് അവർക്ക് വേണ്ടി എല്ലാം മുന്നമേ ചെയ്തിരുന്നു. ആരംഭത്തിൽ തന്നെ അവസാനം കണ്ട ദൈവം അവർക്ക് വേണ്ടി വഴി കാണിച്ച് അവരെ മുമ്പോട്ട് നയിച്ച് അവരെ കൊണ്ടുവന്ന് വന്നിട്ട് കാണിച്ചു കൊടുത്തു. ഇതാ ആ ദേശം നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. നിന്റെ പിതാക്കന്മാരോട് ദൈവമായ യഹോവ നിന്നോട് അരുളിച്ചതുപോലെ നീ ചെന്ന് അത് കൈവശമാക്കിക്കൊള്ളുക, ഭയപ്പെടരുത്, അതിരിപ്പെടുകയും അരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ദൈവം ആ പറഞ്ഞ വാഗ്ദത്ത ദേശം കാണിച്ചു കൊടുക്കത്തക്കവണ്ണം അവരെ അവിടെ കൊണ്ടുവന്നു. അവരെ കൊണ്ടുവരുവാൻ വേണ്ടി ദൈവമായ കർത്താവ് ചെയ്ത എല്ലാ അത്ഭുതങ്ങളും ചെയ്തിട്ടും ഇവർക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിൽ വാഗ്ദത്ത ദേശം അവർക്ക് കാണുവാൻ തക്കവണ്ണമുള്ള അടുത്തേക്ക് എത്തിയപ്പോൾ ഇവര് അതിന് അനുസരിക്കാതിരുന്നു കഴിഞ്ഞപ്പോൾ ദൈവം അവരോട് എന്ത് ചെയ്തു? അവരെ പുറകോട്ട് നയിക്കുവാനിടയായിരുന്നു. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം അവർക്ക് വേണ്ടി അത് കൊടുക്കാൻ വേണ്ടി തയ്യാറായപ്പോൾ അത് അവർക്ക് സാധിക്കാതെ പോയപ്പോൾ, മുഴുവൻ ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾക്ക് സമയം കൊണ്ട് വായിച്ചാൽ മതി. 1-ാമത്തെ 40-ാം വാക്യം ഞാൻ വായിക്കാൻ പോവുക. നിങ്ങൾ തിരിഞ്ഞ് ചെങ്കടൽ വഴിയായി മരുഭൂമിയിലേക്ക് യാത്ര ചെയ്യുവീനെന്ന് ദൈവം കൽപ്പിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ മുമ്പോട്ട് കൊണ്ടുവന്നു. 2025 1-ാം ദിവസം ദൈവം നമ്മളെ നടത്തിക്കൊണ്ടുവന്ന ദൈവസ്നേഹത്തിനായി സ്തോത്രം ചെയ്യാം. വാഗ്ദത്തം നമുക്ക് വേണ്ടി മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നാം
അവിശ്വാസികളായി തീരരുത്, ചഞ്ചലപ്പെട്ടു പോകരുത്, ഭ്രമിച്ചു പോകരുത്, ദൈവത്തെ അവിശ്വസിക്കരുത്. ഈ ദിവസങ്ങളിൽ നാം മുമ്പോട്ട് തന്നെ പോകണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നറിയാമോ? അതേ ദൈവം തന്നെ പറയുക, നീ തിരിഞ്ഞു പൊയ്ക്കൊള്ളുവാൻ. നിങ്ങൾ തിരിഞ്ഞ് ചെങ്കട വഴിയായി മരുഭൂമിയിലേക്ക് യാത്ര ചെയ്യുകയും. ഞാൻ പറഞ്ഞു, ഇനി മുമ്പോട്ട് പോകുവാൻ നിങ്ങൾക്കിപ്പോൾ കഴിയത്തില്ല. നിങ്ങളുടെ മനസ്സ് മുഴുവനും പിന്തിരിഞ്ഞു പോയി. ഇന്നത്തെ ആത്മീയ ലോകം ഏത് നിലവാരത്തിലായിരിക്കുന്നത്? നാം പിന്തിരിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണോ? പുറകോട്ട് പോകുന്നവരാണോ? വാഗ്ദത്തദേശം സമീപമായിരിക്കുക, യേശു കർത്താവിൻ്റെ വരവ് സമീപമായിരിക്കുക. ഞാൻ നിങ്ങൾ ദിവസങ്ങളിൽ അത് പ്രാപിക്കാൻ വേണ്ടി മുമ്പോട്ട് പോകുന്നവരാണോ? അതോ ദൈവം കൽപ്പിച്ചത് അനുസരിക്കാതെ നാം ദിവസങ്ങളിൽ നമ്മുടെ ഇഷ്ടത്തിനുള്ള യുദ്ധായുധങ്ങളെ ഉണ്ടാക്കി ദിവസങ്ങളിൽ ദൈവകൽപ്പനയെ അനുസരിക്കാതെ പോയിട്ടുള്ള പരാജയം ഏറ്റുവാങ്ങി നിരാശരായി പട്ടുവീഴാതിരിക്കുവാൻ വേണ്ടി, അവിടെ നശിച്ചു പോയിരിക്കാൻ വേണ്ടി, ശത്രുവിൻ്റെ കൈകൾ നശിക്കാതിരിക്കാൻ വേണ്ടി ദൈവം പറഞ്ഞു, നിങ്ങൾ പുറകോട്ട് പൊയ്ക്കൊള്ളുവാൻ പറഞ്ഞു. രാത്രിയിൽ പുറകോട്ട് പോകുന്നവരുടെ കൂട്ടത്തിലല്ല പുതിയ വിശ്വാസികൾ. മറ്റൊരു സംഭവം കൂടി പുതിയ നിയമത്തിനടുത്ത് കാണിച്ച് എന്താണ് സന്ദേശമെന്ന് ഞാൻ രാത്രി അവസാനിപ്പിക്കാം. അത് നാം മുമ്പോട്ട് പോകേണ്ടവരാ. ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വേഗത്തിൽ വായിക്കാം. നമുക്കറിയാവുന്ന ഭാഗങ്ങളാ, വേദവസ്തുവിൽ ചിരപരിചിതമായിരിക്കുന്ന ഭാഗങ്ങളാ നാം ചിന്തിക്കുന്നത്. അതെ, ഇത് എഴുതിയിരിക്കുന്ന വചനം എന്നും എപ്പോഴും പ്രസംഗിച്ചാലും പുതുമ അതിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ഒരു ന്യൂനസ് ഉണ്ടെങ്കിൽ, ഒരു പുതുക്കമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിനാണുള്ളത്. ഇന്ന് രാവിലെ നമ്മൾ പലരും കലണ്ടർ മാറ്റിയിട്ടു, അത് പഴയതായി മാറി, കത്തിച്ച് കളയത്തക്കോണമായി മാറി. എന്നാൽ യേശുവിൻ്റെ വചനത്തിലെ ഒരു വാക്ക് പോലും പഴയതായിട്ടില്ല. അത് എത്ര വായിച്ചാലും പുതുമയുള്ളതാ. 2024 കലണ്ടർ കത്തിച്ച് കളയുവാൻ വേണ്ടി ഞാൻ എന്നെടുത്ത് മാറ്റിവെച്ചു. പ്രാർത്ഥിച്ച് 2025 കലണ്ടർ തൂക്കുവാനിടയെത്തുന്നു. ദൈവത്തോട് പറഞ്ഞ്, കർത്താവേ, ഈ വർഷം അങ്ങ് തന്നെ നയിക്കണം, നീ തന്നെ നടത്തണം, ഈ വർഷത്തിന്റെ ഓരോ ദിവസവും ദൈവകൃപ വ്യാപരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് കലണ്ടർ തൂക്കുവാനിടയെത്തുന്നു. പ്രിയപ്പെട്ടവരെ, അത് കഴിഞ്ഞത് പഴയതായി പോയി. ഒരു പുതുവർഷം എന്ന് നമ്മൾ പറഞ്ഞു, ഇതും പഴയതാകും. എന്നാൽ പഴയതാകാത്തതൊന്നുണ്ട്, ദൈവത്തിന്റെ വചനം പഴയതാകതില്ല, അതെന്നും പുതുമയുള്ളതാ. അതുകൊണ്ടാണ് ആ വചനം നമ്മളെ ജീവിപ്പിക്കുന്നത്, നമുക്കിന്നും പുതുക്കം നൽകുന്നത് ദൈവത്തിന്റെ വചനമാ. 19-ാമത്തെ അധ്യായം ഞാൻ വായിക്കാം. അവൻ എരിഹോവിൽ എത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്ന് പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാർത്ഥനിമിത്തം കഴിഞ്ഞില്ല. എന്നാറെ അവൻ മുമ്പോട്ടോടി. അതെ, പുതിയ നിയമത്തിൽ ഒരുവൻ മുമ്പോട്ടോടുകയാ. ഇതുപോലെ കാണാൻ കഴിയാതിരുന്ന കുറുകിയവരായിരുന്നു ഞാനും നിങ്ങളും. എന്നാൽ യേശുവിൻ്റെ കൂട്ടത്തിൽ നടന്നവർ യേശുവിനെ കണ്ടു. പക്ഷേ ഇവർ അന്ന് അവൻ്റെ കൂടെ നടന്ന കണ്ടവരിൽ ഭൂരിഭാഗവും അവനെ കണ്ട് മുമ്പോട്ട് ഗമിച്ചെങ്കിലും, ഞാൻ പറഞ്ഞല്ലോ, ഇസ്രായേൽ അവര് ആ തലമുറ മുഴുവനും മനസ്സുകൊണ്ട് പിൻപോട്ട് പോകുന്നവരായിരുന്നു. അതിൽ അവർ വിചാരിച്ചത് ഞങ്ങൾ എന്നുള്ള അഹങ്കാരത്തോടെ യേശുവിൻ്റെ കൂടെ നടന്നവരുണ്ടായിരുന്നു, പരീശന്മാരുണ്ടായിരുന്നു, അങ്ങനെ പല ആൾക്കാരുണ്ടായിരുന്നു. യേശുവിൻ്റെ കൂടെ നടന്നവരാ, വലിയ പൊക്കമുള്ളവരാ, കൂടെ നടക്കുന്നവരാ. പക്ഷേ ഈ ജനത്തിൽ ഭൂരിഭാഗവും മുമ്പോട്ട് യേശുവിനോട് കൂടെ നടക്കുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളു മുഴുവനും മനസ്സ് മുഴുവൻ പുറകോട്ട് ലോകത്തിലേക്കാ. രാത്രിയിലും ഒരു കൂട്ടം ആൾക്കാർ, വലിയൊരു സമൂഹം എന്ന് പറയുന്ന യേശുവിന്റെ പിന്നാലെ സഞ്ചരിക്കുന്നുണ്ട്. പക്ഷേ മനസ്സുകൊണ്ട് പിന്തിരിഞ്ഞ് ലോകത്തിലേക്ക് പോകുന്ന യാത്രക്കാരാ. എന്നാൽ വ്യത്യസ്തനായ ഒരുവൻ, അവൻ നോക്കിയപ്പോൾ അവനത് സാധിച്ചെടുക്കാൻ കഴിയുന്നില്ല. അവന്റെ ജീവിതത്തിന്റെ ആഗ്രഹമായിരുന്നു യേശുവിനെ ഒന്ന് കാണണമെന്ന്. അവൻ നോക്കിയപ്പോൾ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, ഇതിന്റെ ചുറ്റും നിന്നാൽ എനിക്കെൻ്റെ യേശുവിനെ കാണാൻ കഴിയത്തില്ല. ഈ വിശ്വാസ സമൂഹം എന്ന് പറഞ്ഞ് യേശുവിനെ അനുഗമിക്കുന്നവർ പറയുന്നവരുടെ നീ കൂട്ടത്തിൽ നടന്നാൽ നിനക്ക് യേശുവിനെ കാണാൻ കഴിയത്തില്ല. ഭൂരിഭാഗവും യേശുവിനെ വെറുതെ വാക്കുകൊണ്ടും പേരുകൊണ്ടും അനുഗമിക്കുന്നവരാണ്.
മനസ്സുകൊണ്ട് ലോകത്തിലെ ഉള്ളവരാ. യേശുവിനോട് കൂടെയാണെന്ന് പറയുന്ന അനേകര് നടക്കുന്നുണ്ട്, നാമധാരികളായി നടക്കുന്നുണ്ട്. എന്നാൽ രാത്രി ദൈവാത്മാവ് ശക്തമായി പറയുക, അവർക്ക് യേശുവിനെ കാണാൻ കഴിയുന്നുണ്ട്, പക്ഷേ അവൻ എന്തിനു വന്നെന്നും എന്താണെന്നും ഉദ്ദേശം അവർക്കറിയത്തില്ല. എന്തിനാ യേശു മുമ്പോട്ട് പോകുന്നത് അവർക്കറിയത്തില്ല. കാരണം യേശു മുമ്പോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നത് പിതാവാം ദൈവം ഏൽപ്പിച്ച ദൗത്യം നിർവഹിച്ച് മനുഷ്യന് വേണ്ടി പുതുവഴി ഒരുക്കി അവനെ സ്വർഗ സിംഹാസനത്തിൽ ഇരുത്താനുള്ള വഴി തീർക്കാൻ വേണ്ടിയാ യേശു ലോകത്തിൽ വന്നത്. എന്നാൽ അന്ന് കൂടെ നടന്നവർക്ക് അത് ഒരു യാത്ര. അങ്ങനെ അനുഗമിക്കുന്ന ഒരുപാട് പേരിന്ന് ക്രിസ്ത്യാനികളായി, നാമധാരികളായി കൂടെ നടക്കുന്നുണ്ട്. അവർ പറയുന്നു ഞങ്ങൾ യേശുവിൻ്റെ കൂടെ നടക്കുന്നവരാണെന്ന്. എന്നാൽ സക്കായി എന്ന ആ വ്യക്തിക്ക് അവരുടെ കൂട്ടത്തിൽ നടന്നാൽ യേശുവിനെ കാണാൻ കഴിയത്തില്ല. രാത്രി യേശുവിനെ കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അന്നോടിതുപോലൊരു ഓട്ടം ഈ ദിവസങ്ങളിൽ നിന്റെ പാരമ്പര്യത്തിൽ നിന്ന് ഓടേണ്ടിയിരിക്കുന്നു. നീ പെന്തക്കോസ്തിന്റെ പാരമ്പര്യത്തിൽ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി നിനക്ക് യേശുവിനെ കാണാൻ കഴിയത്തില്ല. യേശുവിനെ കാണുമെന്ന് പറയുന്ന പലരും അവർക്ക് കാണാൻ കഴിയാതെ യേശുവിന്റെ പിന്നാലെ വെറുതെ നടക്കുന്നവരാ. എന്നാൽ രാത്രിയിൽ കാണണമെങ്കിൽ പാരമ്പര്യം വിട്ടോടേണ്ട ഒരു വർഷമാണെന്ന് ദൈവാത്മാവ് ദൂതറിയിക്കുകയാ. സക്കായിക്ക് മനസ്സിലായി, ഇവരുടെ ചുറ്റും നടന്നു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ കാണുവാൻ ആഗ്രഹിക്കുന്ന യേശുവിനെ കാണുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുമെന്നറിയാമോ? അവൻ യേശുവിനെ കാണുവാനുള്ള വലിയ ആഗ്രഹമുണ്ടായപ്പോൾ മുമ്പോട്ടോടി. ഈ ദിവസങ്ങളിൽ യേശുവിനെ കാണണമെങ്കിൽ നിങ്ങൾ മുമ്പോട്ടോടണം. ദിവസങ്ങളിൽ ക്രിസ്തുവിനെ നമ്മളെ കാണുന്ന ക്രിസ്തു അവരോട് നടക്കുന്ന ആ സമയത്ത് ചുറ്റുവട്ടങ്ങൾ മുഖാന്തരമായി യേശുവിനെ കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് കാണാൻ കഴിയാതെ പോയ സക്കായിക്ക് മനസ്സിലായി, ഇവരുടെ കൂടെ നടന്നാൽ എനിക്ക് യേശുവിനെ കാണാൻ കഴിയത്തില്ല. അതുകൊണ്ട് അവന്റെ ഉള്ളിൽ ദൈവാത്മാവ് പ്രേരണ കൊടുത്ത് മുമ്പോട്ട് ഓടുവാൻ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുക, നീ പലതും വിചാരിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ പേരെടുത്തുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിലും അന്ന് നിലവിളിച്ചതുപോലെ നിലവിളിക്കുന്ന ജീവിതമാ. എന്നാൽ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുക, സ്ഥിതിക്കൊരു മാറ്റം വരുത്തി. ഇന്ന് രാത്രി ദൈവാത്മാവ് ഉള്ളിൽ പ്രേരണ നൽകുകയാണ് മുമ്പോട്ടൊന്ന് ഓടുവാൻ. അതെ, മുമ്പോട്ടോടുവാൻ വേണ്ടി. എന്തിനാ ഓടുന്നത്? സക്കായിക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ. സഹോദരിക്ക് നീ എന്തിനാ ഓടുന്ന ആരെങ്കിലും ചോദിച്ചാൽ അവന് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, എനിക്ക് എൻ്റെ യേശുവിനെ ഒന്ന് കാണണം. അവന് യേശുവിനെ കാണണമോ? നീ മുമ്പോട്ട് ഓടിയേ മതിയാകുള്ളൂ. ഈ പാരമ്പര്യത്തിന്റെ പിന്നാലെ നിന്നാൽ യേശുവിനെ കാണാൻ കഴിയത്തില്ല. ഈ പൊക്കമുള്ളവരുടെ മുമ്പിൽ നിന്നാൽ ഈ ബലഹീനായിരിക്കും നമുക്ക് കാണാൻ കഴിയത്തില്ല. അതെ, ക്രിസ്തുവിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരുപാട് ഉന്നതന്മാരൊക്കെ ഉണ്ട്. പലതും ക്ലെയിം ചെയ്യുവാനുണ്ട്. എന്നാലും രാത്രി ബലഹീനായിരിക്കുന്ന സക്കായെ പോലെയുള്ള എനിക്ക് പറയാനുള്ളത്, എൻ്റെ യേശുവിനെ കാണുവാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ദിവസങ്ങൾ നമുക്കൊന്ന് മുമ്പോട്ടോടാം. നമുക്ക് ദിവസങ്ങളിൽ 2025 നാം ആഗ്രഹിക്കുന്ന ഒന്നായിരിക്കണം, എൻ്റെ യേശുവിനെ എനിക്ക് കാണണം. അന്ന് സക്കായുടെ ആഗ്രഹം ലോകത്തിൽ ജഡത്തിൽ വന്ന യേശു എന്ന അത്ഭുത പുരുഷനെ അവനൊന്ന് കണ്ടാൽ അവൻ്റെ കണ്ണുകൾക്ക് മതിയായിരുന്നു എന്നുള്ള ആഗ്രഹത്തോടുകൂടി അവൻ മുമ്പോട്ടോടി. അവൻ അത്തിവൃക്ഷത്തിന്മേൽ കയറിയപ്പോൾ, ഒരു കാട്ടത്തിന്മേൽ കയറിയപ്പോൾ യേശു ആ വഴിയായി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ വേഗമിറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. അവൻ ബന്ധപ്പെട്ടിറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. ഞാൻ സന്ദേശം അവസാനിപ്പിക്കാൻ പോകുക. ഇന്ന് രാത്രി മറ്റൊരു ഓട്ടത്തിൽ ഞാൻ നിങ്ങളുമായിരിക്കുക. നമ്മൾ 2 സന്ദർഭം മനസ്സിലായി. ഒന്ന്, ഈസായ ജനത്തിന്റെ യാത്രയിൽ അവർ മുമ്പോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ അവർ നിലവിളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ദൈവം അവർക്ക് മുമ്പോട്ട് പോകുവാൻ വാഗ്ദത്ത ദേശം എത്തിച്ച് ദൈവം അവരെ എത്തിച്ചിട്ട് പറഞ്ഞു, ഇതാ ദേശം, ഇതാ മുമ്പോട്ട് പോകുവാൻ കളമൊരുക്കുവാൻ വേണ്ടി, വഴിയൊരുക്കുവാൻ വേണ്ടി ദൈവം പ്ലാൻ ചെയ്തപ്പോൾ ഇവര് വഴിക്കുള്ള വേറെയുള്ള വഴി എല്ലാം നോക്കി, സ്വന്തമായ രീതിയിലെല്ലാം കാര്യങ്ങളൊക്കെ നോക്കി. ഇവര് ദൈവത്തെ അവിശ്വസിച്ചു കഴിഞ്ഞപ്പോൾ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണും ഇതെല്ലാം കണ്ട് പരിചയിക്കപ്പെട്ട ഇസ്രായേൽ അവർക്ക് ആ തലമുറയ്ക്ക് അന്ന് വാഗ്ദത്തദേശത്തേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത വിധത്തിൽ ദൈവം പറഞ്ഞു, നിങ്ങൾ ചത്തൊടുങ്ങിപ്പോകും, ശത്രുവിന്റെ വാളിനാൽ വീണുപോകും, അതെനിക്ക് ദുഷ്പേരുണ്ടാകും, അതുകൊണ്ട് നീ നശിച്ചു പോകണം. എന്നാൽ നീ ഒരു കാര്യം ചെയ്യ്, ശത്രുവിന്റെ വാളിന്റെ ആകണ്ട,
തിരിച്ച് ചെങ്കടൽ വഴിയായി മരുഭൂമിയിൽ കൂടി നടന്നു. നിന്നെ ഞാൻ അവിടെ ഒന്നൊന്നായി ചത്തൊടുങ്ങി അവസാനം ഒരു തലമുറയെ വാഗ്ദത്ത ദേശം കാണിക്കും. ദൈവം പ്ലാൻ ചെയ്ത് ദൈവം ചെയ്തെടുക്കും. രാത്രി ഞാൻ ആത്മാവില്ലാതെ നിഴലായി ദൂതായി പറയുമ്പോൾ ദിവസങ്ങളിൽ യേശുവിനെ കാണുവാൻ വേണ്ടിയുള്ള ആഗ്രഹത്തോടെ ഒരു കൂട്ടം ജനം സഞ്ചരിക്കുന്നുണ്ട്. അവരെ ദൈവം മറുകര എത്തിക്കും. എന്നാൽ ഈ ദിവസങ്ങളിൽ എത്ര കണ്ടിട്ടും എത്ര വിധമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടിട്ടും അവിശ്വസിച്ച് നിൽക്കുന്ന ഒരു വലിയ സമൂഹത്തിന്റെ മധ്യത്തിൽ ദൈവ ദിവസങ്ങളിൽ പറയുക, ഒന്ന് മുമ്പോട്ടോടേണ്ട സമയമാ. യേശുവിനെ കാണുവാൻ വാഗ്ദത്തം അടുക്കുന്നു. ക്രിസ്തുവിനെ കാണേണ്ട സമയത്ത് കാണുവാനുള്ള ആഗ്രഹത്തോടെ സക്കായി ഓടിയപ്പോൾ യേശു അവനെ കാണുവാനിടയെ തീർന്നു. നമ്മുടെ ഉള്ളിലെ ആഗ്രഹം യേശുവിനെ കാണുവാൻ വേണ്ടിയാണെങ്കിൽ ഈ 2025 ഞാൻ ദൈവാത്മാവിൽ പറയുക, കർത്താവിന്റെ വരവ് താമസമല്ല, അവൻ വേഗത്തിൽ വരികയാണെങ്കിൽ നമ്മുടെ ആഗ്രഹം അവനെ മുഖാമുഖം കാണണമെന്നുള്ളതായിരിക്കണം. അതിനുവേണ്ടി നാം ദിവസങ്ങളിൽ ഓടണം, ആത്മീയമായി ഉന്നതി പ്രാപിക്കണം. അതിനുവേണ്ടിയ ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത്. കഥ പറഞ്ഞു, ഇവൻ അബ്രഹാമിന്റെ വംശത്തിലുള്ളവനാ. അതുകൊണ്ട് ഇവൻ ഈ ആഗ്രഹം അതുകൊണ്ടുണ്ടായത്. അബ്രഹാമിന് ആഗ്രഹം ഉണ്ടായിരുന്നു, അവന് പരിചിതനാണ്. പക്ഷെ ഇവൻ വളർച്ചയ്ക്കുറിയവനാണെങ്കിലും ഇവന്റെ അകത്ത് ഒരു അബ്രഹാമിന്റെ ഒരു വിത്ത് കിടപ്പുണ്ട്. ഇവൻ അതുകൊണ്ടാണ് പറയുന്നത്, ഇവന് രക്ഷ വന്നു. ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു. കഥ പറഞ്ഞു, ഇവൻ മറ്റൊരു മുമ്പിൽ അവൻ പാവിയാ, ചുങ്കക്കാരനാ, പണം പിരിക്കുന്നവനാ, പൊക്കമില്ലാത്തവനാ, ഒരുപാട് ന്യൂനതകളൊക്കെ ഉള്ളതാ, കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുന്നവനല്ല. എന്നാൽ ദൈവം ഇവനിൽ കണ്ടത് അബ്രഹാമിന്റെ ഒരു വിശ്വാസം അവനിൽ ഉണ്ടായിരുന്നു. അവന്റെ ആഗ്രഹം മറ്റൊന്നുമായിരുന്നില്ല, എനിക്കെൻ്റെ യേശുവിനെ കാണണം. രാത്രിയിൽ ഒരുപാട് ബലഹീനതകൾ നമുക്കുണ്ട്. എന്നാൽ നമ്മുടെ ആഗ്രഹം ദിവസങ്ങളിൽ യേശുവിനെ കാണണമെന്നുള്ളതാണെങ്കിൽ നിശ്ചയമായിട്ടും നാം കാണേണ്ട സമയത്ത് യേശുവിനെ കാണും. ഫിലിപ്പിയ ലേഖനം 3-ാം 14-ാം വാക്യം വായിച്ച് ഞാൻ ഈ ദൂത് അവസാനിപ്പിക്കാം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം നമുക്ക് പരിചിതമായിരിക്കുന്ന ഭാഗമാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം നാം സ്ഥിരമായി വായിച്ച് മനസ്സിലാക്കി ചിന്തിക്കുന്ന വചനമാണ്. ഇതിനോടുള്ള ബന്ധത്തിൽ അത് ചിന്തിച്ച് ഇന്ന് രാത്രിയിൽ സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ 2025 ആഗ്രഹം, തുറന്നുള്ള ജീവിതത്തിന്റെ എല്ലാ ദിവസവും നമ്മുടെ ആഗ്രഹം സക്കായി പോലെ യേശുവിനെ കാണുവാൻ വേണ്ടിയുള്ള ഓട്ടമാണെങ്കിൽ നമുക്ക് ദിവസങ്ങളിൽ അത് ആവശ്യമായിരിക്കുന്നത് നമ്മുടെ കർത്താവിനെ കാണുവാൻ, അവന്റെ വരവെങ്കിൽ നമുക്ക് അവനെ കാണുവാൻ വേണ്ടിയുള്ള ആഗ്രഹം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഒന്ന് ഞാൻ ചെയ്യുന്നു, 3-ാം അധ്യായം 14-ാം വാക്യം, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്കോടുന്നു. നമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക. വല്ലതിലും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. 2025 വെളിപ്പെടുത്തി തരും. എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുക. രാത്രിയിൽ ദൂത് അവസാനിപ്പിക്കാൻ പോകുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഒന്ന് ഞാൻ ചെയ്യുന്നു. അവൻ പറയാ, ഞാൻ പിടിച്ചിരിക്കുന്നു, നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. പൗലോസിന്റെ ജീവിതത്തോട് ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന എൻ്റെ യേശുവിനെ എനിക്കൊന്ന് കാണണം. അതെ, 2025 എല്ലാ ദൈവമക്കളുടെയും ആഗ്രഹം വേഗത്തിൽ വരുവാൻ പോകുന്ന യേശുവിനെ മധ്യാകാശത്തിൽ കാണുവാനുള്ള വലിയ ആഗ്രഹത്തോടെ ഈ വർഷം നമുക്കായിരിക്കാം. ഒരുപക്ഷെ 2024 യേശു വന്നില്ല, 2025 കഥ വരത്തിലായിരിക്കാം, എനിക്കറിയത്തില്ല. എന്നാൽ യേശു വരുന്നത് 2050 2500 അല്ല 3000 തികയട്ടെ, എത്ര വർഷമാകട്ടെ, പക്ഷേ നമുക്കൊരാഗ്രഹമുണ്ടാകണം. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഓട്ടം എൻ്റെ യേശുവിനെ കാണുവാൻ വേണ്ടിയ. സക്കായിയുടെ ജീവിതത്തിന്റെ ആഗ്രഹം അതായിരുന്നു, എൻ്റെ യേശുവിനെ എനിക്കൊന്ന് കാണും. ജഡത്തിൽ വന്ന യേശുവിനെ കാണുവാൻ അന്ന് പാരമ്പര്യങ്ങളെ വിട്ടോടിയ, ചുറ്റുപാടുകളെ വിട്ടോടിയ സക്കായിക്ക് യേശുവിനെ കാണുവാൻ, യേശു അവന്റെ വീട്ടിൽ പാർക്കുവാൻ ഇടയായെങ്കിൽ ഈ ദിവസങ്ങളിൽ യേശു മധ്യാകാശത്തിൽ പ്രത്യക്ഷമാകുവാൻ വേണ്ടി വരുന്ന യേശുവിനെ കാണുവാൻ വേണ്ടി
എല്ലാം മറന്ന്, പിമ്പിലുള്ളതിനെ മറന്ന് മുമ്പിലോട്ടോടുന്ന, ആ പരമുള്ള ലാക്കിലേക്ക് ഓടുന്ന ദൈവമക്കളുടെ കർത്താവ് പറയുന്നത്, അതെ, അവൻ വേഗത്തിൽ ചെയ്യുവാൻ പോകുക. അങ്ങനെയാണെങ്കിൽ കർത്താവ് പറയുന്നത്, അന്ന് സക്കായിയുടെ ഭവനത്തില അവൻ യേശു പോയി വസിച്ചെങ്കിൽ, ഈ ദിവസങ്ങളിൽ പുതിയ നിയമവിശ്വാസി ഞാനും നിങ്ങളും ഓടുന്നത് അവൻ ഒരുക്കുന്ന സ്വർഗീയ ഭവനത്തിൽ എത്തിച്ചേരുവാൻ വേണ്ടിയാ. അവിടേക്ക് നമ്മെ കൊണ്ടുപോകാൻ വേണ്ടി യേശു വരുവാൻ സമയമായതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പിമ്പിലുള്ളതിനെ മറന്നുകൊണ്ട് മുമ്പിലേക്ക് ഓടുവാനുള്ള ദൂത ഈ 2025 ദൈവമാവ് നമ്മളോട് പരിശുദ്ധാത്മാവിൽ ഡിക്ലെയർ ചെയ്യുകയാണ്, അരുളി ചെയ്യുകയാണ്. അതുകൊണ്ട് പിമ്പിലുള്ളതിനെ മറന്നുകൊണ്ട് മുമ്പിലുള്ള ആ കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി അത് പ്രാപിച്ചെടുക്കുവാൻ വേണ്ടി സക്കായി ഓടിയപ്പോൾ അവന്റെ വീട്ടിൽ യേശു വസിപ്പാനിടയാത്തിരുന്നെങ്കിൽ, അന്ന് വസിപ്പാനിടയാത്തിരുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ ഞാനും നിങ്ങളും പുതിയ വിശ്വാസി ഓടിക്കൊണ്ടിരിക്കുന്നത് ഒരു കാര്യത്തിന് വേണ്ടിയാ. യേശു മധ്യാകാശത്ത് വരുന്നത് കർത്താവ് പറഞ്ഞു, ഞാൻ വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. എല്ലാ കരങ്ങളും ഉയർത്തി സ്തോത്രം ചെയ്താട്ട്. 2025 ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. അതായത് നമുക്ക് മുമ്പോട്ട് പോകുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. അതുകൊണ്ടാണ് പൗലോസ് എബ്രായർക്ക് ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ ലേഖനം എഴുതി അവൻ പറഞ്ഞത് മറ്റൊന്നുമല്ല, നാമോ അവിശ്വസിച്ച് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, നാം വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണാകുന്നത്. അതെ, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രയാകുന്നു. ആ ജീവരക്ഷ പ്രാപിക്കുന്ന യേശുവിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുന്ന അവനെ കാണുവാൻ വേണ്ടിയുള്ള ആഗ്രഹത്തോടെ പിമ്പിലുള്ളതിനെ മറന്ന് മുമ്പിലോട്ട് ആ പരമുള്ളിലാക്കിലേക്ക് ഓടണമേ എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ദൂത് കൈമാറിക്കൊണ്ട് ഞാൻ ഈ നവവത്സര ദൂതിനെ വിരാമമിടുന്നു. ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കുകയും ഓർക്കണമേ എന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ദൂതിനെ വിരാമമിടുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തുടർന്നുള്ള ദിവസങ്ങളിൽ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കത്തോടെ പിമ്പിലുള്ളതെല്ലാം മറന്ന് മുമ്പിലുള്ള വലിയ ഫലമുള്ളിലാക്കിലേക്ക് ഓടുവാൻ കർത്താവ് നമ്മെ, നമ്മുടെ തലമുറകളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെയും സഹായിക്കട്ടെ. പാരമ്പര്യ ചുറ്റുപാടുകളിൽ കിടക്കാതെ ദിവസങ്ങളിൽ കണ്ണുകൾ ഉയർത്തി യേശുവിനെ കാണുവാനുള്ള ആഗ്രഹത്തോടെ അവൻ വരുന്നത് നോക്കി, ദിവസങ്ങളിൽ എന്ന് വരുന്നാതാ എന്ന് എല്ലാ ദിവസവും ഉയരത്തിലേക്ക് നമുക്ക് നോക്കി അവരുടെ വരവിന് വേണ്ടി കാത്തിരിക്കാം. വചനങ്ങളാൽ ദൈവമായി കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.